എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശിവനും ശക്തിയും. ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ചെറിയൊരു വിവരണം തരാം. അതിലൊന്നാമത്തേത്, ശിവനും പാർവതിയും എന്ന ഈ ഐതിഹ്യത്തിനപ്പുറം ഈ സങ്കല്പത്തിൻ്റെ ആ ഒരു യഥാർത്ഥ പൊരുൾ എന്താണ്? 2, കളരി ദേവത ശിവനായത് എന്തുകൊണ്ടാണ്? ഇനി 3 തരം കളരികൾ, അതിനുള്ളിലെ 7 പടിയുള്ള പൂത്തറ. ഇനി 4, തച്ചോളി ഒതേനക്കുറുപ്പും ലോകനാർക്കാവ് ക്ഷേത്രവും. ഇനി 5, ഭഗവതി സങ്കല്പത്തിന് അഥവാ പ്രതിഷ്ഠയ്ക്ക് 4 കൈകൾ അഥവാ 8 കൈകളുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇതിന് പിന്നിലെ ആ ഒരു രഹസ്യം എന്താണ്? അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മളിതിൽ വിശദമായി നോക്കും. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ ഭഗവതിക്ക് ഇതുപോലെ 4 കൈ അല്ലെങ്കിൽ 8 കൈ നിങ്ങൾ കാണാറുണ്ട്. ഈ കൈകളിൽ ആയുധങ്ങളും നിങ്ങൾ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം കൈകൾ അല്ലെങ്കിൽ ഇത്രയും ആയുധങ്ങൾ ഒരു ഭഗവതി പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായേക്കാം. അത് നമുക്ക് വിശദമായി നോക്കാം. ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവനും ശക്തിയും അഥവാ പരമശിവനും പാർവതിയും യഥാക്രമം പതിയും പത്നിയുമായിട്ടാണ് നിങ്ങൾ ഏത് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അതിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഉടനീളമുള്ള ഏത് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പോയി നോക്കിയാലും ഈ പറഞ്ഞ സങ്കല്പത്തിൽ തന്നെയാണ് അവിടെ ഈ പ്രതിഷ്ഠാകർമ്മം ആചാര്യന്മാർ നിർവഹിച്ചിട്ടുള്ളതും. വാസ്തവത്തിൽ ഈ ശിവപാർവതി തത്വത്തിൻ്റെ അല്ലെങ്കിൽ ശിവശക്തി സ്വരൂപത്തിൻ്റെ ആ ഒരു അന്തരാർത്ഥം അറിഞ്ഞിട്ടുള്ളവർ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിലവിലുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്ന നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. ഇത് പറയാൻ കാരണം, ഞാൻ ഈ പറയാൻ പോകുന്ന അറിവുകൾ ഞാൻ കടമെടുത്തിരിക്കുന്നത് ഋഗ്വേദ അന്തർഗതമായിട്ടുള്ള ഋഷി പ്രോക്തങ്ങളിൽ നിന്നുമാണ്. അതിനോടൊപ്പം ശിവപുരാണം, ദേവി ഭാഗവതം, മാർക്കണ്ഡേയ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, സ്കന്ദപുരാണം, ഇത്രയും വിഭാഗങ്ങളിൽ നിന്നും കൂടി ഞാൻ ഇന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. നമ്മുടെ ജ്യോതിഷം ആപ്ലിക്കേഷനിൽ ഇതുപോലുള്ള പുരാണങ്ങളിൽ നിന്നുള്ള അത്യപൂർവമായിട്ടുള്ള അറിവുകൾ വേർതിരിച്ചെടുത്തുകൊണ്ട് ഈ മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ഐതിഹ്യങ്ങളെ നിങ്ങൾ ഭക്തരുടെ നിത്യജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ആ ഒരു ലക്ഷ്യം. പറയാൻ കാരണം, ഒരു ഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവീ ദേവന്മാരുടെ ഐതിഹ്യം അത് നിങ്ങൾ എത്ര തവണ ആവർത്തിച്ച് കേട്ടാലും ശരി, അതുകൊണ്ട് അത് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു ശ്രവണ സുഖം എന്നതിലുപരി അതിൻ്റെ ആ ഒരു അന്തസത്ത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കരിമ്പിൻ തണ്ടും അതിനുള്ളിലെ കരിമ്പിൻ നീരും എപ്രകാരമാണോ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഐതിഹ്യങ്ങളും ഐതിഹ്യത്തിൻ്റെ ഉള്ളിൽ ആ ഒരു യാഥാർത്ഥ്യവും സ്ഥിതി ചെയ്യുന്നത്. ഈ കരിമ്പിൻ തണ്ട് നമ്മൾ അങ്ങോട്ട് പിഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കരിമ്പിൻ നീരും കരിമ്പിൻ ചണ്ടിയും അത് രണ്ടും രണ്ടായി മാറും. കരിമ്പിൻ ചണ്ടി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറില്ല, അത് അപ്പോൾ തന്നെ എടുത്ത് ദൂരേക്ക് കളയും. എന്നാൽ നീര് ഒരു തുള്ളി പോലും പുറത്തു കളയാതെ നമ്മൾ സേവിക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഐതിഹ്യവും ഐതിഹ്യത്തിനുള്ളിലെ ആ ഒരു യാഥാർത്ഥ്യവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ, ഇതിൽ ഈ പറയാൻ പോകുന്ന ഈ ശിവശക്തി സ്വരൂപത്തെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കിയ ശേഷം ഒരൊറ്റ തവണ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ, അതായത് ഈ അറിവ് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റ തവണ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ, ഒരായുസ്സിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയ ആ ഒരു പുണ്യം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരൊറ്റ ദർശനത്തിലൂടെ ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്തെന്നാൽ, ഈ അറിയേണ്ട വസ്തുവിനെ അഥവാ വസ്തുതയെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പരിപൂർണ ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ വേറെ മാർഗവുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശിവകുടുംബ ചിത്രമാണ്. ഇതിൽ കാർത്തികേയനെയും ഗണപതിയെയും കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ പരാമർശിക്കാത്തത് കൊണ്ട് നമുക്ക് ഇവരെ രണ്ടുപേരെയും അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് ഇതിൽ നിന്നും ശിവശക്തികളെ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. ഈ ഐതിഹ്യപ്രകാരം ഇവർ പാർവതി പരമേശ്വരന്മാരാണ്, അല്ലെങ്കിൽ ശിവനും ശക്തിയുമാണ്. എന്നാൽ വേദാർത്ഥ പ്രകാരം ബോധവും ഊർജവുമാണ്. അതായത് ഈ ബോധവും ഊർജവും എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ പരസ്പര പൂരകങ്ങളായ
അടിസ്ഥാന സത്യങ്ങളാണ്. അതായത് ശിവനില്ലാതെ ശക്തിക്കോ ശക്തിയില്ലാതെ ശിവനോ നിലനിൽപ്പില്ല എന്നുള്ള ആ ഒരു വാസ്തവം അത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിലാണ് ഋഗ്വേദം അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ഋഗ്വേദ ദേവീ സൂക്തത്തിൽ നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചത്തെയും അതിലെ സകല ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്ന പരമമായ ഊർജം പരാശക്തി അഥവാ ഈ പ്രകൃതിയാണെന്ന് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഈ പരാശക്തിയെ മാതൃസ്വരൂപിണിയായിട്ടാണ് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശക്തി സകല ജീവജാലങ്ങൾക്കും ശ്വാസമായി നിലനിൽക്കുന്നു എന്നാണ് അതിലെ ശ്ലോകങ്ങൾ വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ പരാശക്തിയെ അവർ പ്രകൃതി ശക്തി എന്ന പേരിലാണ് വേദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ശിവൻ. ഈ ശിവൻ എന്നത് ഒരിക്കലും മാറ്റങ്ങളില്ലാത്ത, അതായത് അനന്തവും ശാന്തവുമായ പരമബോധമാണ്. എന്നാൽ ഈ ബോധത്തിന് ജീവൻ നൽകുന്നത് ഈ ശക്തി എന്ന ചലനാത്മകമായിട്ടുള്ള നമ്മൾ ഈ ആദ്യം സംസാരിച്ച പ്രപഞ്ചോർജമാണ്. അതുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രത്തിൽ ബോധവും ഊർജവും ഒന്നാകുന്ന ആ ഒരു അത്യുജ്വല അവസ്ഥയെയാണ് ഈ പരമമായ ശിവശക്തി ഐക്യമെന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ തന്ത്രശാസ്ത്രത്തിൽ ബോധവും ഊർജവും ഒന്നാകുന്ന ആ ഒരു അത്യുജ്വലമായിട്ടുള്ള അവസ്ഥയാണ് ഈ പരമമായ ശിവശക്തി ഐക്യം എന്ന പേരിൽ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് വിപരീത ഊർജങ്ങളെ നിങ്ങൾക്ക് കാണാൻ പാകത്തിനൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഈ രണ്ട് മനുഷ്യരൂപങ്ങളെ പ്രതീകാത്മകമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരത്തിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ പറഞ്ഞ പരാശക്തി എന്ന ഊർജം അത് ഉണർന്ന് പരമശിവനുമായി കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ഉണർവ് ഒരു വ്യക്തിക്ക് അഥവാ ആ ഒരു സാധകൻ ഉണ്ടാകുന്നതെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുമാത്രവുമല്ല, ശിവനും ശക്തിയും രണ്ടല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് അതിനൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ മുകളിൽ സംസാരിച്ചതുപോലെ ശിവൻ എന്നാൽ ബോധമാണ് അഥവാ ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സദാശിവൻ അഥവാ സർവമംഗളകാരി എന്ന് വിളിക്കാറുള്ളത്. അതായത് നിത്യനിർമ്മല ശുദ്ധബോധമാണ് അഥവാ ബ്രഹ്മാനന്ദമാണ് പരമശിവൻ. എന്നാൽ കളരി അഭ്യാസ മുറകളുടെ കാഴ്ചപ്പാടിൽ, അതായത് ആ ഒരു ആംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ, ശിവനിൽ എപ്പോൾ ശക്തി ലയിക്കുന്നുവോ അപ്പോൾ അവിടെ ശിവശക്തിയല്ല, നേരെ മറിച്ച് രുദ്രനാണ് രൂപപ്പെടുന്നത്. ഇതാണ് കേരളത്തിൻ്റെ കളരി സമ്പ്രദായത്തിൻ്റെ ആത്മീയ വശത്തിലെ ആ ഒരു മർമ്മതത്വം. വാസ്തവത്തിൽ കളരി ദേവത ശിവനാണ്. എന്നാൽ കളരിയിൽ ശിവനേക്കാൾ പ്രാധാന്യം ശക്തിക്കാണ്. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ കളരിയും ദൈവീക സങ്കല്പവും എന്ന വിഭാഗത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. വാസ്തവത്തിൽ ഈ കളരി അഭ്യാസത്തിൽ ദൈവവിശ്വാസത്തിന് നമുക്കിടയിൽ നമ്മൾ കൊടുക്കുന്നത് പോലുള്ള ആ ഒരു പ്രാധാന്യം അവർ കൊടുക്കാറില്ല. അത് പറയാൻ കാരണം, ഈ കളരി അഭ്യസിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഒരു അഭ്യാസി താൻ ദൈവത്തിലല്ല വിശ്വസിക്കേണ്ടത്, താൻ തൻ്റെ സ്വന്തം കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാരണത്താൽ ശിവനെ പറ്റി കളരിയിൽ എവിടെയും സംസാരിക്കാറില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുമില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. അതായത് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല ഇവർ അഭ്യാസം തുടങ്ങുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യം, അപ്പോൾ പിന്നെ ആരായിരിക്കും വിദ്യാർത്ഥിയുടെ ദൈവം എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. വിദ്യ അഭ്യസിപ്പിക്കുന്ന ആ ഗുരുനാഥൻ ആരാണോ ആ ഗുരുനാഥനാണ് വിദ്യാർത്ഥിക്ക് കളരിയിൽ ദൈവം. ഞാനീ പറഞ്ഞത് കളരി ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ വാക്യത്തിന് സമാനമായിട്ടുള്ളൊരു വാക്യം ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്. പക്ഷേ ആ ശ്ലോകം എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ട് വരുന്നില്ല. ഞാൻ റെക്കോർഡിങ്ങിന് ശേഷം അത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാൻ സാധിക്കുമെങ്കിൽ കാണിക്കാം. അതായത് ഭഗവാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: സ്വന്തം കർമ്മത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുക, പരധർമ്മം നിങ്ങൾക്ക് ഭയത്തെ ഉണ്ടാക്കുമെന്നാണ് ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ശ്ലോകം എനിക്ക് അത്ര പിടിയില്ല, നോക്കി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് ഈ കളരി ദേവത ശിവനാണ്. എന്നാൽ ശിവനേക്കാൾ പ്രാധാന്യം ശക്തിക്കാണ് ഈ കളരി ഗുരുക്കന്മാർ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് കളരി ദേവത ശിവനായി മാറിയതെന്ന് ഒന്ന് നോക്കാം. അതിനുശേഷം അടുത്തത് നോക്കാം. ഈ ഐതിഹ്യപ്രകാരം കളരി സമ്പ്രദായം സ്ഥാപിച്ചത് പരശുരാമനാണെന്നാണ് വിശ്വാസം. എന്നാൽ ഈ പരശുരാമൻ ആയോധന വിദ്യകൾ മുഴുവനും അഭ്യസിച്ചത് തൻ്റെ ഗുരുവായിരുന്ന പരമശിവനിൽ നിന്നുമാണ്.
അതായത് ഈ ആദിയോഗി ശിവയോഗി അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ ഗുരു ദക്ഷിണാമൂർത്തി എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് പോലെ സകല ആയോധന കലകളുടെയും ഉറവിടമായ ശിവനെ ധനുർവേദത്തിൻ്റെ തന്നെ ആദ്യത്തെ ഗുരുവായിട്ടാണ് ഈ ഹൈന്ദവ വിശ്വാസം കണക്കാക്കി പോരുന്നത്. ഇതിന് കാരണം എന്തെന്നാൽ പരമശിവൻ്റെ സംഹാര താണ്ഡവത്തിലെ അപാരമായിട്ടുള്ള ആ വേഗതയും മെയ്വഴക്കവുമാണ് ഈ കളരിപ്പയറ്റിലെ ഓരോ ചുവടുകളുടെയും അടിസ്ഥാനമായി മാറിയത്. അതുപോലെ തന്നെ ഈ കളരിയുടെ ഉള്ളിലേക്ക്, അതായത് കുഴിക്കളരികളിലേക്ക് വന്നാൽ ഇത് പ്രത്യേകിച്ച് നമ്മൾ സിനിമകളിലൊക്കെയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. അതായത് ഈ കുഴിക്കളരികളിൽ ഒരു മൂലയിൽ, അതായത് 4 മൂലകളിൽ ഒരു മൂലയിൽ 7 തട്ടുള്ള പൂത്തറ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൂത്തറയിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ അഭ്യാസം ആരംഭിക്കാവൂ എന്നതാണ് കളരിയുടെ നിയമം. അതിപ്പോൾ 21 അടിയാണെങ്കിലും 47 അടി കളരിയാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല അംഗക്കളരി, അതായത് 64 അടി കളരിയാണെങ്കിലും ശരി, ഈ സമ്പ്രദായം തന്നെയാണ് അന്നുമുള്ളത്, ഇന്നും തുടർന്നു പോരുന്നത്. ഇന്നിപ്പോൾ 64 അടി കളരിയൊന്നും ഒരു സ്ഥലത്തും ഇല്ല, അതിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് മാത്രമല്ല അത്രയും സ്ഥലം ആവശ്യമാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നതല്ല, അതായത് ശിവശക്തി സങ്കല്പത്തിലൂടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ 7 തട്ടുള്ള പൂത്തറ നിർമ്മിക്കുന്നത് അതെപ്പോഴും ഈ കുഴിക്കളരിയുടെ കന്നിമൂലയിലായിരിക്കും. അതായത് ഈ തെക്കു പടിഞ്ഞാറ് മൂലയായ കന്നിമൂലയിൽ നിന്നും ദർശനം കിഴക്ക് ദിക്കിലേക്ക് വരണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ 7 പടികൾക്ക് മുകളിലായിട്ട് ചില പ്രദേശങ്ങളിൽ ശിവനെ മാത്രമായും എന്നാൽ മറ്റു ചില പ്രദേശങ്ങളിൽ ശിവശക്തിമാരെയും സങ്കല്പിച്ചാണ് ഈ വിദ്യാർത്ഥികൾ വിളക്ക് തെളിക്കാറുള്ളത്. ഈ പൂത്തറയിലെ 7 പടികൾ എന്തിനു സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിലെ 7 പ്രധാന നാഡീചക്രങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ചക്രങ്ങളിലൂടെ ഉണരുന്ന ഊർജം അഥവാ ഈ ശക്തി ചെന്നെത്തുന്നത് നമ്മളിവിടെ ഈ കാണുന്ന പൂത്തറയുടെ ഏറ്റവും മുകളിൽ കുടികൊള്ളുന്ന പരമബോധമായ പരമശിവനിലേക്കാണ്. അതാണ് ആ ഒരു വിഷ്വലൈസ് സങ്കല്പത്തിൻ്റെ ആ ഒരു രൂപം. അതുകൊണ്ടാണ് ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് നമ്മൾ സന്ധ്യാനാമം ചൊല്ലുന്നത് പോലെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും ഈ കളരിപ്പയറ്റിലും ശിവനെ കാണുന്നത്. മാത്രവുമല്ല നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ച ആ ഒരു ശിവശക്തി ഐക്യം തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ കുഴിക്കളരിയിൽ ഈ 7 പടികളാണ് കാണിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് 6 പടികളാകും. അതായത് ഈ 6 പടികൾ എന്നുള്ളത് മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങൾ, ഷഡ് ചക്രങ്ങളായിട്ട് വേർതിരിക്കപ്പെടും. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം. ഈ ചക്രങ്ങളെല്ലാം കടന്ന് സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനെ കാണാകും ശിവശംഭോ. ഇതാണ് ആ ചൊല്ലിയതിൻ്റെ അർത്ഥം. ഇതിന് കളരി പഠിക്കേണ്ട ആ ഒരു ആവശ്യമൊന്നുമില്ല. നല്ലൊരു യോഗ ടീച്ചറെ സമീപിച്ചാലും മതി, അല്ലെങ്കിൽ നല്ലൊരു ആത്മീയ ഗുരുവിനെ അഭയം പ്രാപിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യം നടക്കും. അപ്പോൾ കൃത്യമായ ഉപാസനയിലൂടെ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ 6 നാഡീചക്രങ്ങളെയും ഉണർത്തി കുണ്ടലിനി ശക്തി അഥവാ പ്രപഞ്ചോർജത്തെ പരമാനന്ദമായ പരമശിവനിൽ ഉറപ്പായിട്ടും എത്തിക്കാൻ സാധിക്കും. ഈ പറഞ്ഞത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. കാരണം ആചാര്യന്മാർ ഇതിൽ അഗ്രഗണ്യന്മാരായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു 2 നൂറ്റാണ്ട് പുറകിലേക്ക് നോക്കിയാൽ നമ്മുടെ തിരുനാവായയിൽ 10,000 വരുന്ന ഭടന്മാരുടെ ഇടയിലേക്ക്, അതായത് രാജാവിൻ്റെ ഭടന്മാരുടെ ഇടയിലേക്ക് കേവലം 14 വയസ്സുള്ള പോരാളികളെയാണ് ആചാര്യന്മാർ സൃഷ്ടിച്ചു വിട്ടത്. നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർക്ക് ഇതിൽ സിദ്ധിച്ചിട്ടുള്ള അറിവ് അപാരമാണെന്ന് സമ്മതിച്ചു കൊടുക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇനി നമുക്ക് നമ്മൾ ഏറ്റവും ആദ്യം സംസാരിച്ച് നിർത്തിയ ആ ഒരു പോർഷൻ, അതായത് ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്ക് അഥവാ ശക്തിക്ക് എന്തുകൊണ്ട് കളരിയിൽ ഉണ്ടായി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം തന്നെയുണ്ട്. അത് തച്ചോളി ഓതനും അദ്ദേഹം നടക്കിരുത്തിയ ലോകനാർക്കാവിലെ ആ ഒരു ആനക്കുട്ടിയുമാണ്. ഇത് ഐതിഹ്യമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഇതിവിടെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതും ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്ന് ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചു പോയേക്കാം. അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓധാനക്കുറിപ്പ്, അതായത് ഈ കളരിക്കുറിപ്പ് താൻ കുറിച്ച 64 അംഗങ്ങളിലും വിജയം വരിച്ചത് അദ്ദേഹം നിത്യവും പ്രാർത്ഥിച്ചിരുന്ന ലോകനാർക്കാവിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പറയാൻ കാരണം ഓരോ അംഗത്തിന് പോകുന്നതിന് മുൻപ് അദ്ദേഹം ലോകനാർക്കാവിലും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ അംഗത്തിന് പുറപ്പെട്ടിരുന്നുള്ളൂ. അങ്കത്തട്ടിൽ അദ്ദേഹത്തിന് ശക്തിയും ധൈര്യവും പകർന്നു നൽകിയിരുന്നത് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പരാശക്തിയായ ദുർഗാദേവിയായിരുന്നു. അതിനാൽ ലോകനാർക്കാവിൽ അമ്മയ്ക്ക് അദ്ദേഹം വഴിപാടായിട്ട് ഒരു ആനയുടെ ശില്പം സമർപ്പിച്ചു. അതിപ്പോഴും ആ ക്ഷേത്രത്തിൽ
ഇരിപ്പുണ്ട്. നിങ്ങൾ ആര് ചെന്നാലും അത് കാണാനും സാധിക്കും. അതായത് അന്ന് അദ്ദേഹം വഴിപാടായിട്ട് നടക്കിരുത്തിയ ആന ഇന്നും അത് ആ രീതിയിൽ തന്നെ ക്ഷേത്രം അധികാരികൾ സൂക്ഷിച്ചു പോരുന്നുണ്ട്. അതിന് നമ്മൾ ഇവിടെ സംസാരിച്ചു വന്ന ആ ഒരു പോയിന്റിലേക്ക് വന്നാൽ, ഈ ക്ഷേത്രങ്ങളിലെ ദേവീ സങ്കല്പം അതിപ്പോൾ ഏതാണെങ്കിലും ചിലത് 4 കൈകൾ അല്ലെങ്കിൽ 8 കൈകൾ, ഈ 8 കൈകളിലും ആയുധമേന്തി നിൽക്കുന്ന രൂപമാണ് ഭഗവതിക്കുള്ളത്. അതായത് നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച ശിവശക്തി സങ്കല്പത്തിലെ ശക്തിയാണ് ഈ പറഞ്ഞ ഭഗവതി. അതുകൊണ്ടാണ് 8 കൈകളിലും ആയുധവുമായി ക്ഷേത്രത്തിൽ ദേവിയെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഒതേനക്കുറുപ്പുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഒതേനക്കുറുപ്പ് ക്ഷേത്രത്തിൽ നടയ്ക്ക് മുന്നിൽ നിന്ന് ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുള്ള 8 ആയുധങ്ങളെക്കുറിച്ചും അവ എങ്ങനെ പ്രയോഗിക്കണമെന്നും അദ്ദേഹത്തിന് ഈ ദേവി വിഗ്രഹത്തിൽ നിന്ന് തന്നെ ഓർമ്മ കിട്ടും. അതായത് അത് ഓർമ്മിച്ചെടുക്കാൻ വിഗ്രഹത്തിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി. അത് വളരെ നന്നായി ആ സമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിയുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഭക്തരുടെ ഉള്ളിൽ നന്നായി പതിയാൻ വേണ്ടിയിട്ടാണ് ഭഗവതിക്ക് ആചാര്യശ്രേഷ്ഠന്മാർ 8 കൈകൾ കൊടുത്തിരിക്കുന്നതും ആ 8 കൈകളിൽ ഓരോ തരത്തിലുള്ള ആയുധങ്ങളും കൊടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കാണുമ്പോൾ, അതായത് ക്ഷേത്രത്തിൻ്റെ തിരുനടയ്ക്ക് മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ, അവിടെ ആ തൊഴുതു നിൽക്കുന്ന ആ വ്യക്തിക്ക് താൻ പഠിച്ച വിദ്യയെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർമ്മ വരുന്നതായിരിക്കും. അല്ലാതെ ക്ഷേത്രത്തിൽ ഭഗവതി ആയുധവും ഏന്തി നിൽക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പ്രാഥമികമായിട്ടാണെങ്കിൽ പോലും ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് മനസ്സിലാക്കാനായത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വിവരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നോക്കാം. മാത്രവുമല്ല, ഇത് നമ്മൾ നിർമ്മിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഞാനിപ്പോൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നതും. ഇതുവരെയും നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ അത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുക. കാരണം ഇതുപോലുള്ള അപ്ഡേറ്റുകൾ അതിൽ തീർച്ചയായിട്ടും ഇനി വന്നുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല, അത് നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോലും അറിയാതെ വേറെ ഒരു ലെവലിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.